നേന്ത്രക്കായുടെ വില 100-നോടടുക്കുന്നു. ലഭ്യത കുറവ് കർഷകരെയും വ്യാപാരികളെയും വലയ്ക്കുകയാണ്. 40 രൂപയ്ക്ക് താഴെ വിൽപ്പന നടത്തിയിരുന്ന ഏത്തപ്പഴ വില ഇപ്പോൾ 75 മുതൽ 85 രൂപ വരെ എത്തി. ഏത്തക്കയുടെ വില കൂടിയതോടെ കർഷകർ ആശ്വാസത്തിലായി. മാസങ്ങൾക്ക് മുമ്പ് നാടൻകുല കിലോയ്ക്ക് 30 മുതൽ 35 രൂപ വരെ ലഭിച്ചിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് ഇപ്പോൾ കർഷകർക്ക് 60 മുതൽ 70 രൂപ വരെയാണ് വില ലഭിക്കുന്നത്. ഇരട്ടിയോളമാണ് വില വർധന. കച്ചവടക്കാർ കിലോ 85 മുതൽ 100 രൂപ വരെ നിരക്കിലാണ് നാടൻ നേന്ത്രപ്പഴം വിൽക്കുന്നത്. ഏറെക്കാലത്തിനിടയിലാണ് വാഴ കർഷകർക്ക് ആശ്വാസ വില ലഭിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിക്കുന്ന നേന്ത്രക്കുലയ്ക്ക് അങ്ങാടിയിൽ 55 മുതൽ 65 രൂപ വരെയാണ് വില. ഇത് കടക്കാർ 75 മുതൽ 80 രൂപയ്ക്കാണ് ഇപ്പോൾ വിൽക്കുന്നത്. 4 മാസം മുമ്പ് വരെ സംസ്ഥാനത്തെ കുലകൾ 3 കിലോ 100 രൂപയ്ക്ക് വരെ വിൽപ്പന നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ വേനലാണ് തിരിച്ചടിയായത്. നിലവിൽ ഏത്തക്കുലയുള്ള കർഷകർക്ക് ഇത് സുവർണ കാലഘട്ടമാണ്. വിൽപ്പന വില 80 രൂപയാണ് ഒരു കിലോയ്ക്ക്. ഹോൾസെയിൽ വരുന്നതിന്റെ 70 രൂപ വരെയാണ്. എന്നാലും പോലും ഇവിടെ നാട്ടിൽ വളരെ കഴിഞ്ഞ കൊല്ലത്തെ വേനലാണ് ഇത്ര വിഷയമായത്. കൃഷിക്കാരന്റെ ഉൽപ്പാദനം കുറഞ്ഞു, അതുകൊണ്ട് തന്നെ വില കൂടി. ഇപ്പം കൃഷിക്കാർക്ക് വാഴക്കാലം ഉള്ളവർക്ക് നല്ല ലാഭം. അവിടെ കച്ചവടം വളരെ പകുതിയായിട്ട് കുറഞ്ഞു പോയേ. കാരണം ബോഡിയിലേക്ക് ഇടുന്ന പറഞ്ഞാൽ മുതലാകില്ല. അതുകൊണ്ട് ബോഡിയിലൊക്കെ ഏകദേശം നിന്ന് പോയ വിലയാണ്. അതുകൊണ്ട് ചില്ലറ വിൽപ്പന മാത്രമേ ഉള്ളൂ. 1000 കിലോ 2000 കിലോ കായടത്തുണ്ട് 600 കിലോ 700 കിലോ പറയുന്നു. അതിലിപ്പോൾ വളരെ കുറവാണ് വരുന്നത്. അവിടെ നിന്ന് വരുന്നാലും വളരെ പോലെ കാക്കറി വരുന്നില്ല. വന്നാലും തന്നെ ക്വാളിറ്റി ഇല്ല വൈകി. ചെറിയ കാരണമാണ്. സാധാരണ ഡിസംബർ ജനുവരി മാസങ്ങളിൽ 35 മുതൽ 40 വരെയാണ് വില ഉയർന്നു കാണാറുള്ളത്. എന്നാൽ ഈ വർഷം ഇരട്ടിയിലധികമാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടെ വ്യാപാരവും പകുതിക്ക് താഴെയായി ചുരുങ്ങി. കർഷകർക്ക് 60 മുതൽ 70 രൂപ വരെ പച്ച ഏത്തക്കയ്ക്ക് വില ലഭിക്കുന്നുണ്ട്. ഏത്തക്കയുടെ വില ഉയർന്നതോടെ ചെറുപഴങ്ങളുടെ വിലയും ഉയർന്നു തുടങ്ങി. സാധാരണക്കാർക്ക് താങ്ങാവുന്നതിനപ്പുറമാണ് പഴങ്ങളുടെ വില. നേന്ത്രപ്പഴത്തിന് വില 100-ന് മുകളിലേക്ക് ഉയരുമെന്നാണ് സൂചന. കെ ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.